എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത്? ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് കിഡ്നി. രക്തം ശുദ്ധിയാക്കി അതിലുള്ള വേസ്റ്റുകളൊക്കെ യൂറിൻ രൂപത്തിലാക്കി പുറന്തള്ളുക എന്നുള്ളതാണ് കിഡ്നിയുടെ ജോലി. യൂറിനിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം, യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ്, ഓക്സിലേറ്റ് തുടങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽസിന്റെ അളവിൽ വ്യതിയാനം സംഭവിക്കുകയോ അല്ലെങ്കിൽ യൂറിന്റെ pH വ്യതിയാനം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ പതിയെ അത് കിഡ്നി സ്റ്റോണായി മാറുന്നു. കല്ലിന്റെ സൈസ്, പൊസിഷൻ, മൂവ്മെന്റ്, തടസ്സങ്ങൾ എന്നിവ അനുസരിച്ചാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. പുറകിലോ ഒരു വശത്തോ ആയി വരുന്ന വേദന, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, മൂത്രത്തിൽ രക്തനിറം കാണുക, ഛർദി അനുഭവപ്പെടുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഒരു വട്ടം കിഡ്നി സ്റ്റോൺ വന്നാൽ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ ആവശ്യമായ രീതിയിലുള്ള വെള്ളം കുടിക്കുക, അമിതവണ്ണം നിയന്ത്രിക്കുക, അമിതമായ ഉപ്പ്, പഞ്ചസാര പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ് നിയന്ത്രിക്കുക തുടങ്ങിയവയിലൂടെ കിഡ്നി സ്റ്റോൺ നമുക്ക് കൺട്രോൾ ചെയ്തു കൊണ്ടുവരാവുന്നതാണ്.